കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ദിവസം കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. കാൽ കല്ലിൽ കാലത്തിലെന്നെ വരച്ചിരിക്കുന്നതാ എനിക്കേതും ഭയമേയില്ല. എന്റെ പ്രാണ വിശ്വാസത്തോടെ അമ്മവോ മരിക്കുമ്പോ അപ്പൻ നടത്തും. ഓ എൻ മുഖം പാടില്ല, ലജ്ജിതനായി തീരില്ല നിന്ദിച്ചവരുടെ മധ്യത്തിൽ. അമ്മവോ മരിക്കുമ്പോ അപ്പൻ താലോലിക്കുമ്പോ ശനാഥൻ വഴി നടത്തും. അമ്മവോ മരിക്കുമ്പോ അപ്പൻ താലോലിക്കുമ്പോ എന്റെ നാഥൻ വഴി നടത്തും. എൻ നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നു. മരുഭൂമിയിൽ എനിക്ക് ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. സന്നിഹിതരായി വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പേരെടുത്ത് പറയത്തക്കവണ്ണം ആദരണീയരായിട്ടുള്ള മറ്റു കർത്തൃദാസന്മാർക്കും നസ്രയത്തുകാരൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത്തെ രാത്രിയാണ്. കഴിഞ്ഞ 4 ദിനരാത്രങ്ങൾ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തവും ദിട്ടവുമായി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിൽ മഹത്വമുള്ള സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ആ സാന്നിധ്യം ആസ്വദിച്ച് കടന്നു പോകുവാൻ ദൈവാത്മാവ് നമ്മെ ഇടവരുത്തട്ടെ എന്ന് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് പുസ്തകം 14ാമത്തെ അധ്യായം അതിൻ്റെ 13-14 വേദഭാഗങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് അനുബന്ധമായി വായിക്കാം. പുറപ്പാട് പുസ്തകം 14ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. അതിന് മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. വളരെ പരിചിതമായ വേദഭാഗമാണ്. ഒരുപാട് തവണകൾ ചിന്തിച്ചിട്ടുള്ള വേദഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ സൺഡേ സ്കൂൾ മുതൽ പഠിച്ചു വരുന്ന ഒരു വേദശകലമാണ്. എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും ഇടപെട്ടതുകൊണ്ട് ഞാൻ ദൂത് ഇവിടെ പ്രസ്താവിക്കാൻ പോവുകയാണ്. ഈ ദൂതിൻ്റെ മുമ്പിൽ പ്രസംഗത്തിൻ്റെ ആത്മതലങ്ങളിലേക്ക് ഞാൻ കടക്കും മുൻപ് എന്നെ തന്നെ ഞാൻ അംഗപ്രത്യംഗമായി ഈ മെസ്സേജിന് മുമ്പിൽ സമർപ്പിക്കുന്നു. ഞാൻ ഈ പ്രസംഗം പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്നുകൊണ്ട് ദൈവം എനിക്ക് ഈ ദൂത് പ്രസംഗിപ്പാൻ പരിശുദ്ധാത്മാവിനെ ഹേമിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ ദൈവത്തോട് ഇടനെഞ്ച് പൊട്ടിക്കൊണ്ട് പറഞ്ഞു, എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ഈ പ്രഭാഷണം നടത്തുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കാം. ഏകദേശം 215 വർഷം ഇസ്രായേൽ ജനം മിസ്രയീമിൽ അടിമകളായിരുന്നു. ഉരിയാടാത്ത ഊമവിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ട് കൽദയ പട്ടണം ഊരിലായിരിക്കുമ്പോൾ തേജോമന ദൈവത്തിൻ്റെ പ്രത്യക്ഷത ഉണ്ടായ അബ്രഹാമിന് ആ പ്രത്യക്ഷതയിൽ താൻ സേവിച്ച ദൈവമൊന്നും ദൈവമല്ലെന്നറിഞ്ഞപ്പോൾ ആ ദൈവത്തെ പുറങ്കാലുകൊണ്ട് തട്ടിയെറിഞ്ഞ് യൂപ്രട്ടീസ് എന്ന മഹാനദി നീന്തിക്കിടന്ന് ദൈവം ശില്പിയായതും അടിസ്ഥാനമുള്ളൊരു നഗരത്തിനായി 1200 നാറിക സമചതുര കനവടിവുമായി തനി തങ്കനിർമ്മിതമായ തനി തങ്കക്കൊട്ടാരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അബ്രഹാം പ്രയാണം ആരംഭിച്ചു. ഉൽപ്പത്തി 15 വന്ന യാഗത്തിൻ്റെ ക്രമക്കേടോ അതിന് വിവരണത്തിന് ബൈബിളിൽ തെളിവുകളില്ല. എങ്കിലും ആരാധനയുടെ പരമാധികാരം സ്വീകരിക്കുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് അത് ഞാൻ വിവരണത്തിന് വിധേയപ്പെടാതെ വണ്ണം ആ വിഷയത്തെ മാറ്റിവിട്ടുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 15ാം അധ്യായത്തിലെ ഏതോ ഒരു യാഗത്തിൽ വന്ന ക്രമക്കേട് നിമിത്തമായി അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായി പോകും, പക്ഷേ 4ാമത്തെ തലമുറയെ ഞാൻ അവരെ മടക്കി വരുത്തും എന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ നമ്മൾ കഴിഞ്ഞ പകൽ അതിൻ്റെ ചെറിയ ഭാഗം ചിന്തിച്ചതാണ്. 4 തലമുറ അനന്തരമായി തൻ്റെ ജനത്തെ ദൈവം മടക്കിക്കൊണ്ടിരുവാനായിട്ട് പദ്ധതി ഒരുക്കി.
അങ്ങനെ നമ്മൾ വായിക്കുന്നു. അങ്ങനെ 215 വർഷം, അത് തെളിയിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. 215 വർഷം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായിരുന്നു. 4ാമത്തെ തലമുറക്കാരനെ വിമോചകനാകുന്ന മോശ ദൈവം എഴുന്നേൽപ്പിച്ചു. മോശയുടെ നേതൃത്വത്തിൽ തൻ്റെ മക്കൾ പ്രയാണം ആരംഭിച്ചു. നമ്മൾ വായിക്കുന്നു 290 മൈൽ നീളമുള്ള ചെങ്കടന് മുമ്പിൽ എത്തി നിന്നു. തിരമാലയുടെ ആർത്തനാദങ്ങൾ വരെ വല്ലാതെ ഭയപ്പെടുത്തി. പുറകോട്ട് ഓടാമെന്ന് വിചാരിച്ചപ്പോഴാണ് പർവോനും അവൻ്റെ സൈന്യത്തിൻ്റെ കുതിരക്കുളമ്പടി നാദം വല്ലാതെ അവരെ ഭയപ്പെടുത്തി. മുൻപോട്ടും പോകാൻ പറ്റില്ല, പുറകോട്ടും പോകാൻ പറ്റില്ല. ഈ സമയത്താണ് വിളിച്ച ജനം വല്ലാതെ മോശയ്ക്കെതിരെ പിറുപിറുക്കുകയും മുഷ്ടി ചുരുട്ടുകയൊക്കെ ചെയ്തു. മിസ്രൈമിൽ ശവക്കോട്ട ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് ചോദിച്ച് അവരെല്ലാം മോശയ്ക്കെതിരെ തുനിഞ്ഞപ്പോൾ അത്യുന്നതനായ ദൈവം മോശയോട് ഇടപെടാൻ ആരംഭിച്ചു. അകത്ത് ജീവൻ പ്രാപിച്ച ദൈവജനം പ്രതിസന്ധിയിലാകുമ്പോഴാണ് വിളിച്ചിറക്കിയ ദൈവത്തിൻ്റെ നാദം കാതിൽ മുഴങ്ങി തുടങ്ങുന്നത്. ഹല്ലേലൂയ. അവിടെ മോശയോട് ദൈവം പറയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം പറയാണ്, ഈ ജനത്തിന് ദൈവം ഒരുക്കിയിട്ടുള്ള രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ നിങ്ങൾ ഇനി ഒരു നാളും കാണുകയില്ല. 215 വർഷം ഈ വാക്കിന് വേണ്ടി കാത്തിരുന്നവരാണ്. ഏത് വാക്കിന് വേണ്ടി? ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഇനി ഒരു നാളും കാണില്ല എന്ന് ഒരു വാക്ക് വേണ്ടി കാത്തിരുന്നു. ആ കാത്തിരുന്ന സുദിനം എവിടെ വെച്ചാ കേട്ടെന്നറിയാമോ? ചെങ്കടലിൻ്റെ തീരത്ത് വെച്ചാണ്. അവിടെ വെച്ച് ദൈവം പറയുന്നു അടുത്ത വാക്യത്തിൽ. ആ 13ാമത്തെ വാക്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വാഗ്ദത്തമാണ്. അടുത്ത സെക്കൻഡിൽ ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ ഒരു ഉറപ്പാണ്. പക്ഷേ ആ ഉറപ്പിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് 14ാമത്തെ വാക്യമാണ്. ആ 14ാമത്തെ വാക്യത്തിൽ അവിടെ വ്യക്തമായി കാണുന്നുണ്ട്, ദൈവിക നടപടിക്രമങ്ങളൊന്നും കുത്തടിഞ്ഞ പുസ്തകങ്ങൾ അല്ല. തിരിച്ചറിയണം, വ്യവസ്ഥാപിതമായിട്ട് മാത്രമേ തൻ്റെ ജനത്തെ ദൈവം വിടുവിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഭാഗം ഇതാണ്. ദൈവം പറയുന്ന 13ാം വാക്യം ഒന്നുകൂടെ വായിച്ചു നിർത്തണമേ. ഒരിക്കലുള്ള വിഷയത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുമ്പോൾ ആ വാക്യം നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കൽ കൂടെ പതിയട്ടെ. വാക്യം വായിക്കാമോ? ആ ആ ആ അടുത്തത്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അടുത്തത്, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം അറിയോ? നമ്മൾ മിണ്ടാതിരുന്നെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാനൊക്കത്തുള്ളൂ. ആരും സ്വോത്രം പറയാതിരിക്കല്. സ്വോത്രം പറയാതിരിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് മോശയോട് ദൈവാത്മാവ് പറയുകയാണ്. മോശയോടല്ല, മോശയിലൂടെ ജനത്തോട് സംസാരിക്കുകയാണ്. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാം. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടപൊരുതാം. നിങ്ങൾ മിണ്ടാതിരുന്ന ഈ ചെങ്കട നിങ്ങളുടെ മുമ്പിൽ വഴിമാറും. നിങ്ങൾ മിണ്ടാതിരുന്നാൽ വർഷങ്ങളായി നിങ്ങൾ അടിച്ച് ഒതുക്കി വെച്ച കണ്ണിൽ കരുണയില്ലാത്ത കാബാലികന്മാരെ പോലെ നിങ്ങളെ അടിച്ചമർത്തിയ ഈ മിസ്രൈമിനെ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇനി ഒരിക്കലും കാണാത്ത വിധത്തിൽ ഞാൻ എൻ്റെ പ്രവൃത്തിയെ പൂർത്തീകരിക്കാം. മനസ്സിലാകുന്ന ജനം ശക്തിയോടെ ഒന്ന് അധരം തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. വിശുദ്ധ ബൈബിൾ നമ്മൾ ഉടനീളം പഠിച്ചു നോക്കിയാൽ വളരെ ശ്രദ്ധർഘമായൊരു കാര്യമാണ്. ദൈവം കരം ചലിപ്പിക്കേണ്ടടുത്ത് നമ്മുടെ കരചലനം ആവശ്യമില്ല. ദൈവം സംസാരിക്കേണ്ട ഇടത്ത് നമ്മുടെ നാവ് വാചാലമാകുന്നതിൽ പ്രസക്തിയില്ല. ദൈവം പോരാടേണ്ട സ്ഥലത്ത് നാം പോരാടുന്നതിൽ അതിശക്തിയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ആത്മ പറയുന്നു, നീ മിണ്ടാതിരിക്കേണ്ട സ്ഥലത്ത് നീ മിണ്ടാതിരുന്നാൽ ദൈവം നിനക്ക് വേണ്ടി മിണ്ടി തുടങ്ങും. ദൈവത്തിൻ്റെ മുമ്പിൽ നീ മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കുക മാത്രമല്ല, ദൈവം യുദ്ധം ചെയ്യേണ്ട സ്ഥലത്ത് നീ നിന്റെ കരക്കലം വെളിപ്പെടുത്താൻ തുടങ്ങിയാൽ ദൈവം മൗനമായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് ദൈവത്തിന് മുമ്പിൽ ഇന്ന് രാത്രി താണിരിക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി പടപൊരുതാൻ സ്വർഗം ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവന്റെ ആധാരം ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നു, ദൈവകോപത്തിന് നിങ്ങൾ ഇടം കൊടുപ്പീൻ. നിങ്ങൾ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന്
അറിഞ്ഞുകൊള്ളുവീൻ. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികർമാദത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങൾ, ഇടജാതികൾ, നാൽക്കാലികൾ, പർവ്വജാതികൾ, ഇവയെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഇടജാതികൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. എല്ലാ ഇടജാതികളാകട്ടെ, നാൽക്കാലികളാകട്ടെ, പർവ്വജാതികളാകട്ടെ, ഇവയ്ക്കെല്ലാം സ്വന്തം പ്രാണൻ അപകടത്തിലായാൽ, ആ പ്രാണൻ അപകടത്തിലാകുമ്പോൾ തൻ്റെ പ്രാണനെ പരിപാലിപ്പാൻ ദൈവം അവയ്ക്ക് സ്വയസിദ്ധമായിട്ടുള്ള കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു പാമ്പാണെങ്കിലോ സ്വന്തം പ്രാണൻ അപകടത്തിലായാൽ അതിനെ ചെറുക്കാൻ, തൻ്റെ പ്രാണനെ പരിപാലിക്കാൻ വായിലൊരു വിഷപ്പല്ല് കൊടുത്തിട്ടുണ്ട്. തേളാണെങ്കിലോ തൻ്റെ പ്രാണൻ അപകടത്തിലായാൽ കുത്താൻ വാലിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു വിഷം കൊടുത്തിട്ടുണ്ട്. എന്തിനേറെ നമുക്കറിയാം, നമ്മുടെയൊക്കെ ഇവിടെ കണ്ടുവരുന്ന ബലഹീന ജീവിയാണല്ലോ പല്ലി. അതിൻ്റെ പ്രാണൻ അപകടത്തിലായ ഒരു ശത്രു തന്നെ പിൻഗമിക്കുന്നു എന്ന് കണ്ടാൽ ഓടുന്ന ഓട്ടത്തിൽ ഉപായരൂപേണ വാല് മുറിച്ച് വഴിയിലിട്ടാൽ പിൻഗമിക്കുന്ന ശത്രുക്കൾ വാല് പിടയ്ക്കുന്ന കാണുമ്പോൾ ആ വാലിൽ ശ്രദ്ധിക്കുമ്പോൾ അത് തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഒളിത്താവളത്തിൽ പ്രവേശിക്കും. എന്തിനേറെ ബലഹീന ജാതിക്ക് പോലും തൻ്റെ പ്രാണനെ പരിചരിക്കാൻ ദൈവം കൃപ കൊടുത്തിട്ടുണ്ട്. ചില സസ്യങ്ങളെ നിങ്ങൾ തൊട്ട് നോക്ക്, നിങ്ങളുടെ ദേഹം ചൊറിയും. ചില മരങ്ങളുടെ അടുക്കൽ ചെന്ന് നോക്ക്, നിങ്ങളുടെ ദേഹം പൊള്ളും. എന്തിനേറെ സസ്യങ്ങൾക്ക് പോലും പ്രതികരിക്കാൻ ദൈവം ശക്തി കൊടുത്തിട്ടുണ്ട്. ഇടജാതികൾ, നാൽക്കാലികൾ, പർവ്വജാതികൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇരുകാലികളാകുന്ന മനുഷ്യനോട് ദൈവം പറയാണ്, നിനക്ക് പ്രതിരോധിപ്പാൻ പ്രമാണമില്ല. പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ട ജനത്തോട് ദൈവാത്മ പറയുന്നു, എത്ര നിന്നോട് ആളുകൾ പോരാടിയാലും, നിന്റെ ഭാഗത്ത് നീതിയാണെങ്കിലും അനീതിയായി ലോകം നിന്നോട് പെരുമാറിയാലും പ്രതികരിക്കാൻ പ്രമാണമില്ല. നിന്റെ പ്രമാണം നീ മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഇന്ന് രാത്രി പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരോട്, പോരാട്ടത്തിലൂടെ കടന്നു പോകുന്നവരോട് ഇന്ന് രാത്രി അനീതി നിന്റെ മേൽ ചുമത്തി നിനക്കെതിരെ ശത്രു പോരാടുമ്പോൾ പ്രതികരിക്കാൻ പ്രമാണമില്ല. മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിപ്പാൻ വരം ലഭിച്ച ദൈവമക്കളാണ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നെങ്കിൽ സ്വർഗം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന രാത്രിയാകയാൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ശക്തിയോട് അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ജവനം ശക്തിയോട് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ മരിച്ചു. മരണസമയാനന്തരമായിട്ട് ക്രൂശിൽ കിടക്കുന്ന ആള് വേഗത്തിൽ മരിക്കുവാൻ വേണ്ടി പട്ടാളക്കാർ വിവിധ പ്രക്രിയകൾ ചെയ്യും. അപ്പോൾ അവർ കട്ടിയുള്ള ഇരുമ്പ് ദണ്ടുകൾ കൊണ്ട് ഈ ക്രൂശിൽ കിടക്കുന്നവരുടെ കാല് തല്ലി ഓടിക്കും. നമുക്ക് നന്നായിട്ടറിയാം, വിവരണത്തിന് വിധേയമാക്കുന്നില്ല, വിഷയം അല്പം ദൈർഘ്യമുള്ളത് കൊണ്ട്. അപ്പോൾ ഇവിടെ കാല് തല്ലി ഓടിക്കും എന്ന് പറഞ്ഞാൽ, ക്രൂശിൽ ഒരുവൻ ഹാങ്ങായിട്ട് കിടക്കുമ്പോൾ അകത്തേക്ക് വലിക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടണമെങ്കിൽ ആ ആണിയടിക്കപ്പെട്ട രണ്ട് കാലും ചേർത്ത് വെച്ച് കാലിൽ കുത്തി നിന്ന് വേണം പുറത്തേക്ക് ശ്വാസം വിടുവാനായിട്ട്. അതുകൊണ്ട് സമയം കഴിഞ്ഞ് മരിക്കുന്നില്ലെങ്കിൽ കാല് തല്ലി ഓടിക്കും. കാല് തല്ലി ഓടിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് വിടുന്ന ശ്വാസം പുറത്തേക്ക് വിടാതെ വരുമ്പോൾ നമുക്കറിയാം അത് കാർബണിക് ആസിഡായി മാറിയിട്ട് ഹൃദയം പൊട്ടി മരിക്കും. ആ പ്രക്രിയ നമുക്കറിയാം. അങ്ങനെ ഇടത്തും വലത്തും കിടന്ന് രണ്ട് കള്ളന്മാരുടെ കാല് അവർ തല്ലി ഓടിച്ചു. അടുത്ത തല്ലി ഓടിക്കാൻ വാഴ്ത്തപ്പെട്ട യേശുവിൻ്റെ അടുക്കൽ വന്നു. അടുക്കൽ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, യേശുവ് പൂർണ്ണമായി കാല് തല്ലി ഒടിക്കും മുമ്പ് തന്നെ യേശു മരിച്ചിരുന്നു. സങ്കീർത്തനക്കാരൻ പ്രവചിച്ചു പറഞ്ഞ പോലെ അവൻ്റെ അസ്ഥികളൊന്നും ഒടിയാൻ അവൻ എന്ത് ചെയ്തില്ല, സമ്മതിക്കയില്ല. ആ വാഗ്ദത്തം നിറവേറേണ്ടതിന് അവർ അസ്ഥി ഒടിക്കാൻ വരുന്നതിന് മുൻപ് യേശു തൻ്റെ പ്രാണനെ കാൽവരി ക്രൂശിൽ വിട്ടിരുന്നു. നമുക്ക് അടുത്തതാ നമ്മൾ വായിക്കുന്നു, ഉടനെ ഒരു പട്ടാളി തലവൻ പറയുകയാണ്, അവൻ മരിച്ചു എന്നറിയേണ്ടതിനു വേണ്ടി കൂർത്തമൂർത്ത കുണ്ട കൊണ്ടുവന്ന് അങ്ങയുടെ പള്ളയൊന്ന് കുത്തി തുറക്കാൻ പറഞ്ഞു. തൻ്റെ വിലാപ്പുറം ഒന്ന് കുത്തി തുറക്കാൻ പറഞ്ഞത്. കരുണയില്ലാത്തൊരു കാപാലികനിപ്പോൾ ഒരു പടയാളി വന്നിട്ട് ആ കൂർത്തമൂർത്ത കുന്തം കൊണ്ട് യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ ശേഷിച്ച രക്തവും വെള്ളവും അങ്ങയുടെ ശരീരത്തിൽ നിന്നും താഴേക്ക് ഊറി വീണു. അതിൻ്റെ അർത്ഥം യേശു മരിച്ചെന്ന് അവർ ഉറപ്പിച്ചു. കുത്തി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് യേശു മരിച്ചു എന്ന് സ്ഥിരീകരിച്ചത്. അകത്ത് ഞാൻ ഇന്ന് രാത്രി രക്ഷാനിർണയം പ്രാപിച്ച് ജനത്തോട് പറയാം, യേശു മരിച്ചെന്ന് സ്ഥിരീകരിച്ചത് എങ്ങനെയാണ്? ഒരു മൂർത്ത കുന്തം കൊണ്ട് അങ്ങയുടെ വിലാപ്പുറത്ത് കുത്തിയപ്പോഴാണ് യേശു മരിച്ചെന്ന് പുറലോകം അറിഞ്ഞതെങ്കിൽ ഇന്ന് രാത്രി ഇടയ്ക്കിടയ്ക്ക് ചില കുത്തു കിട്ടുന്നത് എന്തിനാണെന്നറിയാമോ? നീ അവനോടുകൂടെ തന്നെ മരിച്ചോന്നറിയാൻ ദൈവം ഒരുക്കുന്ന അവസരമാണ്. മരിച്ചില്ലെങ്കിൽ നീ പ്രതികരിക്കും. ഹല്ലേലൂയ. പ്രതികരിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, അവനോടുകൂടെ നാം പാപസംബന്ധമായി മരിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി പലരും കുത്തിയിട്ടും പ്രതികരിക്കാത്ത ജനം ഇന്ന് രാത്രി ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ
എങ്കിൽ ഓർത്തുകൊള്ളുക, അവനോട് കൂടെ നാം ക്രൂശിൽ മരിച്ചവരാകയാൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. ശക്തിയോടെ ഇന്ന് രാത്രി അധരം തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നമുക്കറിയാം, വിശുദ്ധ തിരുവെടുത്ത് പഠിക്കുമ്പോൾ വേഗത്തിൽ പ്രതികരിച്ചവരെ നമുക്കറിയാം. പ്രതികരിക്കാൻ അവസരമുണ്ടായിട്ടും പ്രതികരിക്കാതെ ദൈവപ്രവൃത്തിക്ക് ഇടം കൊടുത്തവരെ നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ വേഗത്തിൽ പ്രതികരിക്കുന്നവൻ്റെ വില ലോകം വേഗത്തിൽ അറിയും. എന്നാൽ പ്രതികരിക്കാതെ മുഴങ്കാലുമടക്കി ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ടിരിക്കുന്നവനെ കുറിച്ച് ലോകം പറയും, അവൻ ശങ്കയുള്ളവനാണ്, അവൻ പേടിത്തൊണ്ടനാണ് നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ എന്നൊക്കെ ആളുകൾ വിലയിരുത്താം. പക്ഷേ ആ സഹിക്കുന്നവനും സഹനശക്തിയായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവനും പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുത്ത് കാത്തിരിക്കുന്നവൻ്റെ വില ലോകം വൈകിയേ തിരിച്ചറിയത്തുള്ളൂ. പക്ഷേ ആ അറിവ് ഒരു വലിയ അറിവായിരിക്കും എന്നതിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ആരെങ്കിലുമൊക്കെ മനസ്സാ വാചാ കർമ്മണ അറിവില്ലാത്ത വിഷയങ്ങളുടെ മുൻപാകെ നിന്നെ ഭീതിപ്പെടുത്തുന്നുണ്ടോ, നിന്നെ മുറിവേൽപ്പിക്കുന്നുണ്ടോ, നിനക്കെതിരെ അപവാദ പ്രചരണങ്ങളുണ്ടോ, നീ ന്യായമുള്ള ഭാഗമാണ്, നിന്റെ വസ്തുവിൻ്റെ അതിര് പോലും ന്യായമുള്ള ഭാഗത്തായിട്ട് പോലും അപകരിക്കപ്പെടുന്നുണ്ടോ, എല്ലാം കേട്ടിട്ടും മണ്ണുകൾ അപകരിച്ചു കൊണ്ടുപോയിട്ടും പഞ്ചപുച്ഛമടക്കി ദൈവത്തിൻ്റെ പ്രതികാരത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾ, എത്ര ദൈവദാസന്മാർ ഇതിനകത്തിരിപ്പുണ്ട്. അവരിന്ന് രാത്രിയിൽ അങ്ങയുടെ കരവലയത്തിനകത്തേൽപ്പിച്ചു കൊടുത്തിരിക്കുന്നെങ്കിൽ പറയാം, നിനക്ക് വേണ്ടി സ്വർഗം എഴുന്നേൽക്കുന്ന ദിനങ്ങൾ അതിവിദൂരമല്ല എന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരോടോ ഇന്ന് രാത്രി ഇടപെട്ട് തുടങ്ങുന്നു. അത് മനസ്സിലാകുന്നവർ ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ്. ഇനി നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് വളരെ മെല്ലെ കടന്നു വരുവാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുകയാണ്. വേഗത്തിൽ പ്രതികരിച്ചവരെ അറിയാം, വൈകി പ്രതികരിക്കാതിരുന്നവരെ നമുക്കറിയാം. അതിനോടനുബന്ധപ്പെട്ട് ഒരു വിശുദ്ധ തിരുവെടുത്തിൽ വായിക്കാം. സഭാപ്രസംഗയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 5-6 വേദഭാഗങ്ങൾ നമ്മുടെ പുനർവിചിന്തനത്തിന് ആധാരമായിട്ട് നമ്മൾ എടുക്കുകയാണ്. നമ്മളെ തന്നെ ഹിതപരിശോധന ചെയ്യാൻ, ആ വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ പുനർവിചിന്തനത്തിനുള്ള അവസരമാണ്. തുടർന്ന് അതിനോടനുബന്ധപ്പെട്ട വിഷയത്തിൻ്റെ മുന്നേറ്റത്തിനും സഭാപ്രസംഗയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 5-6 വേദഭാഗങ്ങൾ വായിച്ചാട്ടെ. നിന്റെ വാ നിന്റെ ദേഹത്തിന് പാപകാരണം ആകരുത്, അബദ്ധവശാൽ വന്നുപോയെന്ന് വളരെ പരിചിതമായ ഭാഗമാണത്. അത് നമ്മൾ നിർത്തിക്കൊണ്ട് അല്പസമയം ചിന്തിപ്പാനായിട്ട് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നമ്മൾ താല്പര്യപ്പെടുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നേർന്നാൽ കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത്. അടുത്ത് വായിക്കുന്നു, നിന്റെ വാ നിന്റെ ദേഹത്തിന് പാപകാരണം ആകരുത്. മൂലഭാഷ മലയാളത്തിൽ പാപകാരണമെന്നാണ്, മൂലഭാഷ കിടക്കുന്ന രോഗകാരണമാകല്ലെന്നാണ്. നിന്റെ വാ നിന്റെ ദേഹത്തിന് എന്താകരുത്? രോഗകാരണം ആകരുത്. നമുക്കറിയാം സാംക്രമിക രോഗങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്കൊക്കെ രോഗങ്ങളുണ്ടാകും, അത് മരുന്ന് കഴിച്ചാൽ മാറും. എന്നാൽ ചില രോഗമുണ്ട്, പോരാട്ടത്തിൽ നിന്നുണ്ടാകും. അത് ദൈവം ഉപയോഗിക്കുന്ന അഭിഷക്തന്മാർ ആരെങ്കിലും നമ്മുടെ മേൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ ആ കെട്ടുപൊട്ടി നമ്മൾ എന്ത് ചെയ്യും? സൗഖ്യം പ്രാപിക്കും. അപ്പോൾ സാംക്രമിക രോഗമാണെങ്കിൽ മരുന്ന് കഴിച്ചാൽ മാറും, പൈശാചിക പോരാട്ടമാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ അത് മാറും. ഇത് രണ്ടും മാറുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കണം. പലവട്ടം മരുന്ന് മാറി 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 കഴിച്ചു, ആശുപത്രി പലതിലും പോയി, എന്നിട്ടൊരു ഗുണമുണ്ടാകുന്നില്ല. അവസാനം നമ്മളത് ഓർത്തൊന്ന് പ്രാർത്ഥിച്ചേക്കാം എന്ന് കണ്ടിട്ട് 21 ഇരിക്കുന്നു, 40 ഇരിക്കുന്നു, 3 ഇരിക്കുന്നു, 10 ഇരിക്കുന്നു. പലവട്ടം മാറി മാറി ഉപവസിച്ചിട്ടും രോഗത്തിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല. പല അഭിഷക്തന്മാർ കൃപാവര പ്രാപ്തരായവർ വരുമ്പോഴേ നമ്മൾ തല കൊണ്ട് മുമ്പിൽ കാണിക്കും എന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ അവർ തിരിച്ചും മറിച്ചും കൈവച്ചിട്ടും നമ്മുടെ രോഗം മാറുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളെ പിന്തുടരുന്നെങ്കിൽ ഇന്ന് രാത്രി ഓർത്തോ, മൂന്നാമത്തൊരു കാരണം അതിൻ്റെ പുറകിലുണ്ട്. നിന്റെ വാ നിന്റെ ദേഹത്തിന് രോഗകാരണമാകുമെന്നുള്ളത് ഇന്ന് രാത്രി തിരിച്ചറിയണം. ഞാനൊരു യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. പ്രസംഗാനന്തരമായിട്ട് ആളുകൾ പകൽ വന്ന പോലെ ആളുകൾ പ്രാർത്ഥിക്കും. ദൈവം ഇങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഞങ്ങളെല്ലാം കർത്താവിൽ സന്തോഷിക്കുകയാണ്. ദൈവം ചെയ്ത അത്ഭുതങ്ങൾ കണ്ട് ഒരു ചട്ടയും കൊണ്ട് കൊടുത്തൊരു അമ്മച്ചി മുൻപോട്ട് വന്നു. അമ്മച്ചി പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ തലയിലോട്ട് കൈവെക്കാൻ തുടങ്ങിയപ്പോൾ ആത്മാവിനോട് ചോദിച്ചു, ഞാൻ കെട്ടിയാൽ നീ അഴിക്കുമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന്
പെട്ടെന്ന് ഞാൻ കൈ പുറകോട്ട് വലിച്ചു. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി പൊക്കോളാൻ പറഞ്ഞു. അമ്മച്ചിയും പറഞ്ഞു വിട്ടു. അല്ലെങ്കിൽ യോഗാനന്തരം അമ്മച്ചിയോട് സംസാരിക്കുന്നൊരാഗ്രഹത്തിൽ തിരക്ക് നിമിത്തം അമ്മച്ചിയെ പറഞ്ഞു വിട്ടു. അമ്മച്ചി പോയി പുറയിലൊരു കസേരയുണ്ട്, ആ കസേരയിൽ പോയി അമ്മച്ചി ഇരുന്നു. ഷാള് മുമ്പിലേക്ക് ഇട്ടു. അമ്മച്ചി അവിടെ ഇരിപ്പാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. 1 മണിക്കൂറോളം കഴിഞ്ഞു. എല്ലാവരും പ്രാർത്ഥിച്ചു പോയി. അനന്തരമായി ഞാൻ സ്റ്റേജിൽ വന്ന് ഇരിക്കാൻ തുടങ്ങുമ്പോൾ അമ്മച്ചി ഓടി വന്നിട്ട് പറഞ്ഞു, മോനെ, പാസ്റ്ററെ ഞാൻ മോനെ എന്ന് വിളിച്ചോട്ടെ? ഞാൻ പറഞ്ഞു, ഏറ്റവും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അട്ടയും മുണ്ടുള്ള അമ്മച്ചിമാരെ കാണുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. വിളിച്ചോ അമ്മച്ചി എന്ന് പറഞ്ഞു. അമ്മച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ രോഗം മാറി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മച്ചിക്ക് എന്താ പ്രശ്നം? എനിക്ക് വലിവാണ് മകന്, വർഷങ്ങളായി വലിവാണ്. അകത്തേക്ക് പിടിക്കുന്ന ശ്വാസം പുറത്തു വിടാൻ പോലും എനിക്ക് കേൾപ്പില്ല. വർഷങ്ങളായി, ഇനി കഴിക്കൽ മരുന്നില്ല, കാണാൻ ഡോക്ടർമാരില്ല, വലിവാണെന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ രോഗം മാറി. അപ്പം ഞാൻ ചോദിച്ചു, ആരും പ്രാർത്ഥിച്ചില്ല, പിന്നെ എങ്ങനെ അമ്മച്ചിയുടെ രോഗം മാറിയെന്ന് ചോദിച്ചു. അമ്മച്ചി പറയാണ്, കഴിഞ്ഞ 18 വർഷമായിട്ട് എൻ്റെ മരുമോളോട് എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ ഒരു ചിന്ത എൻ്റെ മനസ്സ് ദൈവാത്മ കൊണ്ടുവന്നു. അവിടെ ഇരുന്നു കൊണ്ട്, പുറകിലിരുന്നു കൊണ്ട് എൻ്റെ മരുമോളോട് ക്ഷമിച്ച് ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ നെഞ്ചിൽ നിന്നും ഏതോ ഉറങ്ങിപ്പോകുന്ന പോലെ തോന്നി. ഞാൻ സൗഖ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ വാക്ക് ഹേതുവായിട്ട് ചില രോഗങ്ങൾ നിന്നോട് ഇന്ന് രാത്രി പോരാടുന്നെങ്കിൽ ആത്മനിറവ് പ്രാപിച്ച് ജനത്തോട് പറയാം, ഇന്ന് രാത്രിയെ കെട്ടടിക്കാൻ ഒരു കൃപാവരങ്ങൾക്കും കഴിയുകയില്ല. ആ രോഗം മാറാൻ ഒരു മരുന്നുകൾക്കും കഴിയുകയില്ല. ഇന്ന് രാത്രി അതഴിയാൻ ഒറ്റ വാക്കേ ദൈവത്തിന് മുമ്പിൽ ഉള്ളൂ. ഇന്ന് രാത്രി വാക്കിനാൽ വന്ന കുരുക്ക് ഇന്ന് രാത്രി വാക്കാൽ തന്നെ അഴിയപ്പെടേണ്ടത് അനിവാര്യമാണ്. മനസ്സിലാകുന്നവർ ശക്തിയോട് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഒരു ഉണപ്രസംഗമല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത്രത്തോളം രമ്യതപ്പെടാൻ കഴിയുന്നില്ലെങ്കിലും ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ ഹോള് വിട്ട് പോകുന്നതിന് മുൻപ് ചില വിടുതലുകൾ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. നാളുകളായി പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ, മറുപടിയില്ലാത്ത വിഷയത്തിന്മേൽ ഇന്ന് രാത്രി കുരുക്കഴിച്ച് ദൈവം നിന്നെ പറഞ്ഞു വിടാൻ പോവുകയാണ്. ജീവൻ പ്രാപിച്ചവർ ശക്തിയോടെ ഒന്ന് അധരം തുറന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഉടബൽ ഹംദലെ ബിഗബൽ ആർബാസിയ ധോറിയൽ കമ്പാദഗസിയാന. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. എന്താണ് പഠിപ്പിച്ചത്? തൻ്റെ ദാസന്മാർ ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ടും, അവർ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിലും അഴിക്കും എന്നാണ്. നമ്മളൊക്കെ സാധാരണ അത് ഉപയോഗിക്കാറുള്ള ഭൂതം അഴിയുമ്പോഴാണ്, ഭൂതം വെളിപ്പെടുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. തൻ്റെ ദാസന്മാർ കെട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഞങ്ങൾ അടിച്ചാൽ സ്വർഗത്തിൽ അടിച്ചിരിക്കും. നമ്മൾ ഊറ്റം കൊണ്ട് സംസാരിക്കുന്ന വാക്യമാണ്. പക്ഷെ അതിൻ്റെ പിന്നാമ്പുറത്തിലെ മർമ്മം അതല്ല എന്ന് തിരിച്ചറിയണം. എന്താണ് അതിൻ്റെ അർത്ഥം? ഇവിടുത്തെ ബഹുമാനി അഭിഷക്തന് ഞാനും തമ്മിലൊരു ചെറിയ ഒരു അങ്ങനില്ല, ഒരു വാക്കുതർക്കം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. യോഗാനന്തരം അല്ലെങ്കിൽ ഞങ്ങൾ ഈ സഭയിലൊരു അംഗമാണെന്ന് ഞാൻ ഇരിക്കട്ടെ, ഞാൻ പാസ്റ്ററുമായിട്ട് ഒരു ഉടക്കുണ്ടാക്കി ഞാൻ സഭയിൽ നിന്ന് ചാടി പുറത്തു പോയി. എന്നിട്ട് അടുത്ത സഭയിൽ ചെന്നപ്പോഴോ അടുത്ത സഭക്കാരെന്നെ പിടിച്ച് സെക്രട്ടറി ആക്കി. അപ്പോൾ എൻ്റെ ചിന്ത എന്താണെന്നറിയാമോ? ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഞങ്ങൾ തമ്മിൽ അടികൂട്ടിയത്. എന്തിനാണെന്നറിയോ? അടുത്ത സഭയിൽ എന്നെ സെക്രട്ടറി ആക്കി ദൈവം എന്നെ ഉയർത്തി. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണമേ, ഞാനും അഭിഷക്തനും തമ്മിലുണ്ടായ ആന്തരിക ഭിന്നതയുണ്ടല്ലോ, അത് ഭൂമിയിൽ കെട്ടപ്പെട്ടതുപോലെ സ്വർഗത്തിലും കെട്ടപ്പെട്ടതാണ്. ഇവിടെ ഞങ്ങൾ വാക്കുതർക്കമുണ്ടായി, ഒരു ഭിന്നത ഉണ്ടായപ്പോൾ ഇവിടെ ഒരു കെട്ടായിട്ട് ഭൂമിയിൽ അത് വീണു. അവിടെ അതുപോലെ തന്നെ സ്വർഗത്തിലും അതൊരു കെട്ടായി മാറ്റപ്പെട്ടു. ഞങ്ങൾ എപ്പോൾ തമ്മിൽ നിരപ്പ് പ്രാപിക്കുമോ അവിടെ ഭൂമിയിൽ ആ കെട്ട് അഴിയാണ്, അപ്പോൾ തന്നെ സ്വർഗത്തിലും ആ കെട്ട് അഴിയപ്പെടുകയാണ്. ഇന്ന് രാത്രി വാക്കിനാൽ വല്ല കുരുക്കുണ്ടായിട്ട് എത്ര അഭിഷേകത്തിൽ ആരാധിക്കുന്നതിൽ പ്രസക്തിയില്ല, എത്ര വാചാലതോടെ പ്രസംഗിക്കുന്നതിലും അർത്ഥമില്ല, എത്രയോ കെട്ടുകൾ അഴിയപ്പെടാൻ ഉണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാ പറയുന്നു. വാക്കിനാൽ വന്ന കുരുക്ക് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വാക്കാൽ അഴിയട്ടെ. ശക്തിയോടെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവന്റെ ആധാരം ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഓ റിബലബസി ആധാര, ചില രോഗാത്മാവ് ഇന്ന് രാത്രി അഴിയാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വാക്കിനാൽ വന്ന ബന്ധനം വാക്കാൽ അഴിയണം. വിശുദ്ധ തിരുവെഴുത്തിൽ ഒരുപാട് തെളിവുകളുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഇന്ന് രാത്രി ഇടയനെ വെട്ടുമ്പോൾ ആടുകൾ ചിതറും, നിങ്ങളെല്ലാവരും എങ്കിൽ ഇടറിപ്പോകും എന്ന് പറഞ്ഞപ്പോൾ ദ്രുതഗതിയിൽ ഉത്തരം പറയുന്ന പത്രോസ് പറഞ്ഞ, കർത്താവേ, ആരൊക്കെ ഇടറിയാലും ഞാൻ നിന്റെ മുമ്പിൽ എന്ത് ചെയ്യല,
ഇടറുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, മോനെ, ഇന്ന് രാത്രി കോഴി കൂവുന്നതിന് മുൻപേ നീ എന്നെ 3 വട്ടം തള്ളി പറയുമെന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സാബൂൻ അറിയുന്നതിനേക്കാൾ നന്നായി അറിയുന്നവൻ കർത്താവാണ്. സ്തോത്രം. എനിക്ക് എന്നെ അറിയാം എന്ന് ഞാൻ ശഠിക്കുന്നെങ്കിൽ എനിക്ക് തെറ്റുപറ്റി. പത്രോസിനെ അറിയാത്തത് കൊണ്ടാണ് പത്രോസ് 3 വട്ടം തള്ളിപ്പറയും എന്നുള്ള കാര്യം കർത്താവ് ഓർമ്മപ്പെടുത്തേണ്ടി വന്നത്. അതിൻ്റെ അർത്ഥം നമുക്ക് പല കാര്യം അറിയാമെന്ന് ശഠിക്കുന്നെങ്കിൽ ഇല്ല, സാബുവിനെ അറിയാമെന്ന് ശഠിക്കുന്നെങ്കിൽ തെറ്റാണ്. എനിക്ക് എന്നെ അറിയുന്നതിനേക്കാൾ എന്നെ അറിയുന്നവൻ ഒരുവൻ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വാക്കിനാൽ വന്ന ബന്ധനം ഇന്ന് രാത്രി അഴിച്ചിട്ട് ഈ ആലയം വിട്ട് ഭവനത്തിലേക്ക് പോകാവൂ എന്ന് ആത്മാവിന്റെ രാത്രി ശക്തിയോട് ചിലരോട് ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ ഏറ്റെടുക്കുന്നവൻ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ.